ഒരു പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം തുറന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ചെകുത്താന്മാരെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാലോ? ഹോളിവുഡ് സിനിമകളിലെ വെറും ഫിക്ഷനസ് കഥകളല്ലിത്. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ ലോകം ഭയത്തോടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും ചില രഹസ്യാറകളിൽ പൂട്ടിവെച്ചിരിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഗ്രിമോയേഴ്സ് അഥവാ സാത്താന്റെ മാന്ത്രിക പുസ്തകങ്ങൾ. എന്നാലും എന്തായിരിക്കും ഈ പുസ്തകങ്ങളുടെ രഹസ്യങ്ങൾ? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ പാശ്ചാത്യ നാടുകളിലെ മന്ത്രവാദികളുടെയും ആഭിചാര പ്രവർത്തികൾ നടത്തുന്നവരുടെയും ഒരു ഡയറിയാണ് ഗ്രിമോയേഴ്സ്. നമ്മുടെ കേരളത്തിലുള്ള മന്ത്രവാദികൾ ചുടലഭസ്മവും കരിങ്കോഴിയുമെല്ലാം ഉപയോഗിച്ചപ്പോൾ പാശ്ചാത്യർ ഉപയോഗിച്ചത് കഠിനമായ അക്ഷരങ്ങളും നിഗൂഢ ചിഹ്നങ്ങളുമായിരുന്നു. ഇത്തരം പുസ്തകങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന്, രോഗങ്ങൾ ഭേദമാക്കാനും ശത്രുക്കളെ നശിപ്പിക്കാനുമുള്ള വോഡു സ്റ്റൈൽ ആഭിചാര ക്രിയകൾ. രണ്ട്, അദൃശ്യനാകാനും നിധികൾ കണ്ടെത്താനുമുള്ള വിദ്യകൾ. മധ്യകാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും ഇത് കൈവശം വച്ചവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പുസ്തകങ്ങൾ ദൈവത്തിനെതിരാണെന്നും സാത്താൻ നേരിട്ട് എഴുതിപ്പിച്ചവയാണ് ഇവയെല്ലാമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ചരിത്രം നോക്കിയാൽ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഇന്നും അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് കോഡെക്സ് ജിഗാസ് അഥവാ ചെകുത്താന്റെ ബൈബിൾ. ഒറ്റ രാത്രി കൊണ്ട് ചെകുത്താന്റെ സഹായത്തോടെ ഒരു സന്യാസി എഴുതി തീർത്തതാണ് ഈ പുസ്തകമെന്നാണ് ഐതിഹ്യം. ഇതിന്റെ പേജുകളിൽ സാത്താന്റെ വലിയൊരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും സ്വീഡനിലെ നാഷണൽ ലൈബ്രറിയിൽ കടുത്ത സുരക്ഷയിൽ ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു പുസ്തകമുണ്ട്, ദ ലെസർ കീ ഓഫ് സോളമൻ. സോളമൻ രാജാവ് പിശാചുകളെ അടിമകളാക്കാൻ ഉപയോഗിച്ചിരുന്ന 72 ചിഹ്നങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ചിഹ്നങ്ങൾ കൃത്യമായി വരച്ചാൽ ലൂസിഫറിന്റെ അനുചരന്മാരെ പോലും നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ ഹോളിവുഡ് ഹൊറർ സിനിമകളുടെയും തായ് വേര് കിടക്കുന്നത് ഇത്തരം ഗ്രിമോയറുകളിലാണ്. സിനിമയിൽ കാണിക്കുന്ന പോലെ ഈ പുസ്തകത്തിലെ വരികൾ ഉച്ചത്തിൽ വായിക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട്. കാരണം ഇത് വെറും ഒരു പുസ്തകമല്ല, നെഗറ്റീവ് എനർജികളുടെ വലിയൊരു ഉറവിടമാണെന്നാണ് പാരമ്പര്യവാദികൾ പറയുന്നത്. വെറും ഒരു അന്ധവിശ്വാസം എന്നതിലുപരിയായി മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളിലേക്കും പാശ്ചാത്യ ലോകത്തിന്റെ ഹൊറർ പശ്ചാത്തലത്തിലേക്കും വെളിച്ചം വീശുന്ന ഒന്നാണ് ഇത്തരം ഗ്രിമോയറുകൾ. ഇനി പറയൂ, ഇത്തരത്തിലൊരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളത് വായിക്കുമോ? ഇനി വായിച്ചാലും അത് പരീക്ഷിച്ചു നോക്കാൻ ധൈര്യമുണ്ടോ?